സുധിച്ചേട്ടൻ ദുബായിൽ നിന്ന് വരുമ്പോ കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഒരു സന്തോഷം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി. അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ചത്ത് വീണാലും കുഴപ്പമില്ല, അത് ഞാൻ ഉള്ളിൽ തട്ടി പറഞ്ഞാണ്. കാരണം ആ ഒരു സന്തോഷം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ കുറച്ചു നേരം ഇവരുടെ സന്തോഷം കിച്ചു ഓടിയൊന്നും അമ്മ വാച്ച് ഇതൊക്കെ ഗിഫ്റ്റ് തന്നതാണ് ഒരുപാട്. അപ്പൊ ഞാൻ ചെന്നോണ്ടല്ലേ എനിക്ക് ഗിഫ്റ്റ് തന്നെ. ഭയങ്കര സന്തോഷം അവന്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലോ. ഇപ്പൊ അധ്വാനിച്ച കാശ് എന്തായാലും എന്റെ വീട്ടിൽ കൊടുക്കാൻ പറ്റും, എന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ലോ. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയാണ്, അവിടെ ഉറക്കളച്ച് പ്രമോഷൻ ചെയ്ത്, ഉറക്കളച്ചെന്ന് പറഞ്ഞാൽ നൈറ്റ് ആണല്ലോ അവിടെ ഓൺ നൈറ്റ് ആണ്. ഒരു നൈറ്റ് 10 തൊട്ട് വെളുപ്പിനെ 3 മണി വരെയൊക്കെ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരും. അവരെയൊക്കെ ഹായ് ഹലോ ഒക്കെ പറയണം. ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പം അതിന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് വീട്ടിലും മക്കൾക്ക്, ആ മക്കളുടെ കണ്ണിലെ ആ സന്തോഷം, അവരെ പുറത്ത് കൊണ്ടുപോയപ്പോഴും അവരെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴും അവർക്ക് കൊണ്ടുവന്ന മുട്ടായി അല്ലെങ്കിൽ അവർക്കൊരു വാച്ച്, വിച്ചുവിനൊക്കെ വാച്ച് കൊടുത്തപ്പോഴും ഒക്കെയുള്ള ആ ഒരു സന്തോഷം, അവരുടെ ആ കണ്ണിലെ സന്തോഷം, ഞാൻ അത് കണ്ടത് പണ്ട് സുധിച്ചേട്ട ദുബായിൽ നിന്ന് വരുമ്പം ആ കണ്ണുകളിലെ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും, ഇനിയിപ്പം ഞാൻ ചത്ത് വീണാലും എനിക്ക് കുഴപ്പമില്ല, അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ട ഒരു റീലാണ് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടൊരു റീലാണ്. അതായത് പട്ടിണി കിടന്ന് മരിക്കും അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ബാക്കിയുള്ളവരുടെ ഇന്നലെ ഞാൻ ആലോചിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചേച്ചിയോട് ഞാൻ പറയാം, എന്റെ ദമ്മ ഒരു 6 മാസം മുന്നേ നീ ഓർക്കുന്നുണ്ടോടി, ഒരു 500 രൂപയ്ക്ക് വേണ്ടി കൊച്ചിനൊന്നും ഇല്ലല്ലോ, അല്ലെ മൂത്ത മോനൊന്നും ഇല്ല, എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ടില്ലെന്നല്ല, അവര് സഹായിച്ചവരും ഉണ്ട്, ഇല്ലടി ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഉള്ള കാര്യം ലക്ഷങ്ങളോ കോടികളോ എനിക്ക് കിട്ടി. പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ ഇറങ്ങി ഇപ്പൊ തെണ്ടണ്ട വരുന്നില്ല. ഇനിയിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ബാലൻസ് കാണിക്കാൻ പറഞ്ഞ ബാലൻസ് 0 ബാലൻസ്. അപ്പൊ ഞാൻ ബാലൻസ് കാണിക്കാൻ പറഞ്ഞ ബാലൻസ് ഒന്നും കാണിക്കത്തില്ല. ഒരു കടയിൽ ചെന്ന ഒരു 1000 രൂപ പിള്ളേർക്ക് എന്തെങ്കിലും പലഹാരം മേടിച്ചാൽ ബാക്കി 3000 രൂപയെങ്കിലും ബാലൻസ് കാണും ഇതിനകത്ത്. ബാറില് പാട്ട് പാടി ഡാൻസ് ചെയ്തു എന്ന് ഞാനൊരു കലാകാരിയാണ്. അപ്പൊ ഒരു പാട്ട് പാടുക, ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര മോശമൊന്നുമല്ല. ഈ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളു കുടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കുടിക്കുന്ന, മിക്കവരും കുടിക്കും അല്ലേ? തെറ്റാണ്, എനിക്കറിയില്ല. അവനവന്റെ ഇഷ്ടമാണ് കള്ളു കുടിക്കുക എന്നുള്ളത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഡാൻസ് ചെയ്യുന്നവർ ഇപ്പൊ ബാറിൽ ഡാൻസ് ചെയ്യട്ടെ, അവരവര് ജീവിക്കാൻ വേണ്ടി, അവരുടെ കുടുംബം നോക്കാനായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ തെറ്റ് പറയുന്നില്ല. ഞാൻ ചെന്നത്, ഞാൻ ഒരു ഡാൻസറായിട്ട് ചെന്നതല്ല, ഞാൻ പ്രമോഷന്റെ ഭാഗമായിട്ട് ചെന്നതാണ്. അപ്പൊ എനിക്ക് ഡാൻസ് ഒരു ഗസ്റ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെന്നത് പ്രമോഷനാണ്. ആ പ്രമോഷന്റെ ഭാഗമാണ് അവിടെ ഡാൻസ് ചെയ്യുന്നത്. അതെനിക്കത് തെറ്റായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല. എൻ്റെ മൂത്ത മകനോടും കുഞ്ഞുള്ളതാണ് എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ പോയതും പ്രമോഷൻ ചെയ്തും സന്തോഷമായിട്ട് തിരിച്ചു വന്നത്. പിന്നെ എനിക്ക് ഞാൻ ആരെ ബോധിപ്പിക്കണം? നെഗറ്റീവ് ചേച്ചിക്ക് അതായത് എന്ത് ചെയ്താലും ഒരു എവിടുന്നേലും ഒക്കെ വരുമല്ലോ. അത് എന്റെ കൂടെ പിറപ്പാണല്ലോ. അതെന്തായാലും ഇനിയിപ്പം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഒരു പ്രൊഫൈൽ ഉള്ളിടത്തോളം കാലം, അതായത് എന്നെ നെഗറ്റീവ് ഇടുന്നവരുടെ പ്രൊഫൈൽ എപ്പോഴും ഉണ്ടല്ലോ, അവരെപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സുധിയുടെ വിധവ എന്നുള്ള പേരിലാണ് അത് സത്യം പറഞ്ഞാൽ ചേച്ചി മുതലെടുക്കാണ് എന്ന് പറഞ്ഞെടുത്തതെന്ന് ചേച്ചി ഇത്രയും ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അനുഗ്രഹമാകും. അതെ, അദ്ദേഹത്തിന് ഞാൻ സന്തോഷിക്കുന്നതാണ് എൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ സന്തോഷിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കുറച്ച് ലൈഫേ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളെങ്കിലും നമ്മുടെ മക്കളും നമ്മളും സന്തോഷിക്കുന്ന, അദ്ദേഹത്തിന് നമ്മുടെ വീട്ടുകാരും സന്തോഷിക്കുന്നതിൽ അപ്പുറം പുള്ളിക്ക് ഒന്നുമില്ല. മരിച്ച ആത്മാവിന് എന്തായാലും ഒരു ഇത് കാണുമല്ലോ, ഒരു പ്രസൻസ്. അപ്പൊ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഉള്ളിലെ ഒരു കാഴ്ച. നമസ്കാരം. ഒരാള് വിജയിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരെ തേടിയെത്തും എന്നതിന് 100% തെളിവായിട്ടൊരാളാണ് ഇന്ന് എനിക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. രേണുസുധി. അതെ, നമസ്കാരം. നമസ്കാരം ചേച്ചി. എന്താ പറയാ, ബിഗ് ബോസിന് ശേഷം ചേച്ചിക്ക് എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞങ്ങൾക്കിപ്പം അറിയേണ്ടത്. പറഞ്ഞോ. നല്ല രീതിയിൽ തിരക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസ് താരം എന്നൊരു പദവി വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ലൈഫില്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എവിക്റ്റ് ആയി വന്നിട്ടില്ല, വോക്കൗട്ട്. എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷമാണ് കേട്ടോ. അവർക്കത് സന്തോഷമല്ലായിരിക്കും, പക്ഷെ എനിക്ക് എവിക്റ്റ് ആയിട്ടില്ല, വോക്കൗട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണുസുധി.
പിന്നെ അതിലുപരി ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടി പ്രൊമോഷന്റെ ഭാഗമായിട്ട് പാപ്പിലോണിന് വേണ്ടിയിട്ട്. അതിലും കൂടുതൽ സന്തോഷം അവിടെ നിന്ന് ഇറങ്ങി ദുബായിൽ നിന്ന് വന്ന ഉടനെ തന്നെ അടുത്ത പ്രൊമോഷൻ കിട്ടി. പാപ്പിലോണിന്റെ തന്നെ ഔട്ട്ലെറ്റ് ആയ ഒലയിലെ ബാച്ചിലേഴ്സ് എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഇനിയിപ്പോ 22-ാം തീയതി പോകുന്നു. അതിനുവേണ്ടി അതെങ്ങോട്ടേക്കാ പോകുന്നത്? എങ്ങോട്ടേക്കാ? ബഹ്റിൻ. സോറി, ബഹ്റിനില്. അതെ, കണ്ടോ, ആകെ തിരക്കായി. ഇന്ന് ബഹ്റിനിലാണെങ്കിൽ നാളെ അമേരിക്ക, പിറ്റേ ദിവസം കാട്ടാക്കടയാണെങ്കിൽ നാളെ കോട്ടയം. പറക്കുവാണ്. അതെ, ഈ ബിഗ് ബോസ് ഇത് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ അവിടെ? ബേബി കണ്ടസ്റ്റൻസ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, വിറ്റായ എല്ലാവരും. അപ്പം എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷം. ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എപ്പോഴും സജീവമായിട്ട് ആക്റ്റീവ് അല്ലാത്ത ആ ഗ്രൂപ്പിൽ. കാരണം എന്നെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറയാറുണ്ട്, ഞാൻ അധികം ഫോണിൽ മെസ്സേജ് അയക്കാറില്ല, കോളും ചെയ്യാറില്ല. ഞാൻ ഈ പാട്ട് കേൾക്കാനാണ് എൻ്റെ ഒരു ഹോബി എന്ന് വെച്ചാൽ. അപ്പൊ ഈ ബിഗ് ബോസിൽ അവർ പറയും ഈ രേണുസുതിയെ മാത്രം കിട്ടത്തില്ല. അപ്പം സരിക ചേച്ചിയുടെ എന്തൊരു വോയിസ് അറബി പറയുന്ന പോലെ, രേണുസുതി ഇപ്പൊ അറബി ആയിപ്പോയി, മലയാളം ഒന്നും മനസ്സിലാവത്തില്ല സരിക ചേച്ചി. സത്യം പറഞ്ഞാ ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമില് ഇവരുടെയൊക്കെ സ്നേഹമൊക്കെ അടുത്തറിയാൻ, ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, സരിക ചേച്ചി, ശാരിക, അഭിശ്രീ, ഒനീല്, എന്താ പറയാ, നൂറ, ആദില, അനുമോളെ നേരത്തെ തൊട്ട് അറിയാലോ. പിന്നെ ആരാ നമ്മുടെ എടുത്തു പറയാൻ നെവിൻ, ഇവരൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിലങ്ങ് കൊണ്ട് ആ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും എപ്പോഴും, ഇന്നും മീൻസ് ഇപ്പോഴും ആ ഒരു സൗഹൃദം, അവരുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. റെനമോള്, നമ്മുടെ അപ്പാനി, പേര് പറയാം, എല്ലാരുമായിട്ട് ഓരോരുത്തരുടെ പേരങ്ങനെ പറയണ്ട, എല്ലാരുമായിട്ടും ഒരു അടുപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ ശാരിക എന്നൊക്കെ പറഞ്ഞ ചേച്ചിയായിട്ട് ഭയങ്കര യുദ്ധം കഴിഞ്ഞിട്ട് നമ്മള് നോക്കുമ്പോ അതേണ്ട 2 എനിമീസ് ഒരേപോലെ ബിഗ് ബോസിലേക്ക് പോകുന്നു. തീർന്നു, ബിഗ് ബോസ് അടിച്ച് പൊളിച്ചെന്നാ പറഞ്ഞു. പക്ഷെ തകർത്തെന്നാ ഓർത്തെ. പക്ഷെ ഇതുപോലൊരു പാവക്കുട്ടി ശാരിക, സത്യമായിട്ട് മിസ് ചെയ്യുന്നു ശാരികനെ. ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുപോലെ ഞാൻ ശാരിക തല്ലി പിരിയുന്നു. ഞാൻ നോക്കിയപ്പോ ശാരിക എവിക്റ്റ് ആയ ദിവസം കരഞ്ഞു ഞാനും ഇങ്ങനെ കരയും, ഭയങ്കര സങ്കടമായി. അപ്പൊ ശാരിക അവിടെ വന്നിട്ട് പറഞ്ഞു, അതെ അടുത്ത ആഴ്ച വാ കേട്ടോ എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട് ഞാനും വോക്കൗട്ടായിട്ട് വന്നു. അതെ, ഇപ്പം എല്ലാരും തമ്മിൽ അങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും. ഇപ്പൊ കുറച്ചു മുന്നേ വരെ ഒനീലും അഭിശ്രീയൊക്കെ വിളിച്ച് ഭയങ്കര, അവര് വിളിക്കുമ്പോ നമ്മളെ എന്താ വെച്ചാൽ അതൊരു വേറൊരു ലോകമാണല്ലോ ബിഗ് ബോസ് ഹൗസ്. അപ്പം അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞ് അവര് വിളിക്കുക. പിന്നെ എന്നും ഇപ്പം ബിഗ് ബോസ് 1 തൊട്ട് 7 വരെയുള്ള സീസൺ അല്ലേ. ഇപ്പൊ ഈ സീസണിൽ നമ്മൾ ഇത്രയും പേര് 20 പേരുണ്ട്, 21 പേരുണ്ടായിരുന്നു. ആദില, നൂറ 2 കണ്ടസ്റ്റന്റ് ആയിരുന്നു, അല്ല ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്നു ആദ്യം. അപ്പം 20 പേര് അല്ലെങ്കിൽ 21 പേര്. ഇത് ഒരു കുടുംബമാണ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലെ ആ 20 പേരും അല്ലെങ്കിൽ 20 ഒരു കുടുംബമാണ്. സീസൺ 7 അല്ലെങ്കിൽ സീസൺ 6 ഇങ്ങനെ ഓരോ സീസൺ. അപ്പം അതിന്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അതൊരു വേറെ ലെവലാണ്. പിന്നെ ഇന്നാണ് ഞാൻ ജിസേലിന് ഒരു ഹായ് മിസ് യു ഡി എന്ന് പറഞ്ഞപ്പോ തിരിച്ചു തന്നെ മിസ് യു ടു ഡിയർ എന്ന് പറഞ്ഞ എനിക്കൊരു മെസ്സേജ്. ഭയങ്കര ഇന്നാണ് ഞാൻ കോൺടാക്ട് ചെയ്യണത് ജിസേലിനെ. അതെ, ഇപ്പോഴും എങ്ങനെ ഈ ഒരു ചേച്ചി അതിനുശേഷം ആകെ തിരക്കാണ്. ബിഗ് ബോസ് കാണാനൊക്കെ അവസരം കിട്ടാറുണ്ടോ? സത്യം പറഞ്ഞ ഇല്ല, എന്റെ എപ്പിസോഡ് പോലും ഞാൻ കാണാനുള്ള അവസരം കിട്ടിയില്ല. എന്നാലും കാണുമെങ്കിൽ ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. ഞാൻ പണ്ടും അങ്ങനെ പറഞ്ഞിട്ടു, ഷോർട്സ് ആണ് ഞാൻ കാണാറ്. എങ്കിൽ പോലും വിഷൻ എപ്പിസോഡ് എന്തായാലും കണ്ട് ഞാൻ എന്താണ് അവിടെ സംഭവിച്ചെന്ന് അറിയണ്ടേ, ഞാൻ കണ്ടു എന്റെ വിഷൻ. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ പുറത്തേക്ക് ചേച്ചി പോകുന്നതും ഒക്കെ. അത് എന്താ പറയാ, നെഗറ്റീവ് ചേച്ചിക്ക് അതായത് എന്ത് ചെയ്താലും ഒരു എവിടുന്നേലും ഒക്കെ വരുമല്ലോ. അത് എന്റെ കൂടെ പിറപ്പാണല്ലോ. അതെന്തായാലും ഇനിയിപ്പം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഒരു പ്രൊഫൈൽ ഉള്ളിടത്തോളം കാലം, അതായത് എന്നെ നെഗറ്റീവ് ഇടുന്നവരുടെ പ്രൊഫൈൽ എപ്പോഴും ഉണ്ടല്ലോ, അവരെപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും മാറാൻ ഒന്നും, അല്ലെ പിന്നെ അവരുടെ മനസ്സ് മാറണം, ഒരു പ്രയോജനമില്ല. കാരണം വേറൊന്നുമില്ല, മനസ്സ് പറയാൻ ഇവളെ ഇത്രയും പറഞ്ഞിട്ട് ഇവക്ക് ഒരു മാറ്റം, നാണോ ഇല്ലാത്തവളാണല്ലോ, എന്നാ നമുക്ക് നിർത്തിയേക്കാം. അവന്മാർക്ക് നാണോ മാനോ ഉള്ളവന്മാരാണെങ്കിൽ അവന്മാരെ നിർത്തിയിട്ട് പൊക്കോളും. ഞാൻ നിർത്തത്തില്ല, ഞാൻ ഇങ്ങനെ എന്നെ. ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷമാണല്ലോ ചേച്ചിക്ക് ദുബായിലേക്ക് കോള് വരുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കമൊക്കെ? എങ്ങനെയായിരുന്നു? ഇതിനു മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായ് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാന്തുകുടഞ്ഞൊരു സൂര്യമാനത്തൊക്കെ ഇറങ്ങിയ സമയത്ത്. അത് ഏതായാലും നടന്നില്ല. അപ്പൊ റോയി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുചറിന്റെ ഫ്രണ്ടാണ് നമ്മളെ കൊണ്ടുപോയി, സേഫായിട്ട് തിരിച്ച്. നല്ല മാനേജ്മെന്റ് ആയിരുന്നു. പാപ്പിലോൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയതായിട്ട് 2 മാസം ആയതുകൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോ. ഇപ്പൊ ഞാൻ പോയിട്ട് തിരിച്ചു വന്നെ കൈലേഷ് ബ്രോ ആണ് പ്രൊമോഷൻ ചെയ്യുന്ന 15 ദിവസത്തേക്ക്, നമ്മുടെ അനുരാഗ വിലോചനായി. അപ്പം ഞാൻ ചെയ്ത അതേ പ്രൊമോഷൻ തന്നെ അവിടെ തന്നെ.
അപ്പൊ അവർ പറഞ്ഞിങ്ങനെ പാപ്പിലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ്, ബാർ റെസ്റ്റോറൻറ്റ്, അതായത് ഫാമിലി മെമ്പേഴ്സിന്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് ചിലർക്ക് അയ്യേ ബാറോ എന്നൊക്കെ പറയുന്നവർക്ക് അവിടെ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അവരുടെ എന്റർടൈൻമെന്റ് അതൊക്കെയാണ് അല്ലെ. ഫുഡ് കഴിക്കുക, ഒന്നിച്ച് ഫുഡ് കഴിക്കുക, ഡ്രിങ്ക്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതിയെന്നേ, എല്ലാത്തിനും കഴിക്കണ്ടെന്നേ, നിർബന്ധിക്കുന്നൊന്നും ഇല്ലാരെ. അപ്പൊ അവിടെ ഹാപ്പി ആയിരുന്നു ഫാമിലി. കുറേ ഫാമിലിക്ക് എനിക്കൊന്ന് ഒമാനി എന്നൊക്കെ ഓരോരുത്തർ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് എന്റെ ദൈവം ഈ കുഞ്ഞിനെയാണോ ഇവർ ഈ കുറ്റം ഇച്ചിരി ഉള്ളല്ലോ ഇതിനെയാണോ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ എന്നെ പറയുമായിരുന്നു. അവരൊക്കെ എന്നെ കാണാൻ വരികയും അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. പാപ്പിലോണിന്റെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവര് തന്നതും. അതുപോലെ നല്ല സേഫ് ആയിരുന്നു. നമ്മുടെ എല്ലാ കാര്യവും അവർ അടിപൊളിയായിട്ട് നോക്കുകയും ചെയ്തു. അതുപോലെ ബഹ്റിനിലും അവരുടെ തന്നെ ഔട്ട്ലെറ്റ് ആണ്, ബഹ്റിനിൽ ബാച്ചിലേഴ്സിൽ, അങ്ങോട്ട് തന്നെയാണ് എന്നെ വിടുന്നത്. അതെ, അതുപോലെ തന്നെ ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ ബാർ പ്ലസ് റെസ്റ്റോറന്റ് ആണ് ഈ പറയുന്ന പോലെ. അതിൽ നിന്നാണ് ഒരു നെഗറ്റീവ് വന്നത്. ചേച്ചി പോയി പബ്ബില് ബാറില് പാട്ട് പാടി ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാനൊരു കലാകാരിയാണ്. അപ്പൊ ഒരു പാട്ട് പാടുക, ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര മോശമൊന്നുമല്ല. പിന്നെ കള്ളുകുടിയന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ഞാൻ കമന്റ് ഇതൊക്കെ വായിച്ചായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ പറഞ്ഞ പോലെ അവര് ഫാമിലി ആയിട്ട് വന്ന് ഇപ്പം ഈ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളു കുടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും മിക്കവരും കുടിക്കും അല്ലേ? അത് തെറ്റാണ്. എനിക്കറിയില്ല, അവനവന്റെ ഇഷ്ടമാണ് കള്ളു കുടിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ സൂചേട്ടനും ഷൂട്ടില്ലാത്തപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന, ഈ പറയുന്ന മിക്കവർക്കും അറിയാവുന്ന കലാകാരന്മാർ എന്തായാലും അല്ലെ, എനിക്കറിയാവുന്ന കലാകാരന്മാരൊക്കെ ഷൂട്ടില്ലാത്തപ്പം രണ്ടെണ്ണമൊക്കെ കഴിക്കും. അവരെ കൊണ്ടൊന്നും ശല്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ വരുന്നവരൊക്കെ ഗസ്റ്റുകളാണ്, അവര് കഴിക്കുകയോ അവര് ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അവര് പറഞ്ഞ ഒരു ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ നിന്ന് 2 ഡാൻസ് കളിച്ച അത്ര തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കലാകാരിയാണ്. അതുപോലെ ഒരു പാട്ട് പാടി അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എത്രയോ പേര് പ്രൊമോഷൻ ചെയ്യുന്നു, അവർക്ക് ഇങ്ങനെ പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യും. അതുകൊണ്ട് ബാർ ഡാൻസ് എന്ന് അത്ര മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറയാം. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഡാൻസ് ചെയ്യുന്നവർ ഇപ്പൊ ബാറിൽ ഡാൻസ് ചെയ്യട്ടെ, അവരവര് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബം നോക്കാനായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ തെറ്റ് പറയുന്നില്ല. ഞാൻ ചെന്നത്, ഞാൻ ഒരു ഡാൻസറായിട്ട് ചെന്നതല്ല, ഞാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നതാണ്. അപ്പൊ എനിക്ക് ഡാൻസ് ഒരു ഗസ്റ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെന്നത് പ്രൊമോഷനാണ്. ആ പ്രൊമോഷന്റെ ഭാഗമാണ് അവിടെ ഡാൻസ് ചെയ്യുന്നത്. അതെനിക്കത് തെറ്റായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല. എൻ്റെ മൂത്ത മകനോടും കുഞ്ഞിളയതാണ് എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ പോയതും പ്രൊമോഷൻ ചെയ്തും സന്തോഷമായിട്ട് തിരിച്ചു വന്നതും. പിന്നെ എനിക്ക് ഞാൻ ആരെ ബോധിപ്പിക്കണം? അതെ, ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈ തരത്തില് അതായത് ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞാണെങ്കിലും ഫേമസ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവര് എടുത്തു വെച്ച മെയിൻ ഒരു പോയിന്റ് ആയിരുന്നു ഈ മറുപടി ഞാനിപ്പോ പറഞ്ഞല്ലോ. അതെ, ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ തരത്തില് തന്നെ, അതായത് ഞാൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യം ഇവര് മോശമാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു സങ്കടം? എല്ലാം അങ്ങനെയാണല്ലോ, മിക്കതും വളച്ചൊടിച്ച്. കാരണം അവർക്ക് റീച്ചും വേണം, അവർക്ക് വിവാദമാണ്. ഇപ്പൊ രേണു സത്യം പറഞ്ഞ ബിഗ് ബോസിന് വന്നതിന് ശേഷം കുറച്ച് വിവാദങ്ങളായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ തീർന്നല്ലോ, രക്ഷപ്പെട്ട്. ഇനിയിപ്പൊ വിവാദമില്ലെന്ന് നോക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോ കൂടാന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷനാ ഓരോരുത്തർ അയച്ചു തരുവാ. രേണുസുതി അറസ്റ്റ് ചെയ്തു ദുബായ് പോലീസ്, ബാറിൽ ഡാൻസ് ചെയ്തു, ബാറിൽ നിന്ന് വഴി കിടന്ന് വെള്ളം അടിച്ചു, രേണുസുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നിട്ട് ഒരു കൈയുടെ ഒരു ഫോട്ടോ ഒക്കെ. ഇതൊക്കെ എവിടെ? ദുബായ് പോലീസ് അതിനല്ല നേരെ എന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്തൊക്കെയാണ്? അപ്പൊ പച്ചക്കളല്ല. അപ്പൊ അത് കണ്ടിട്ട് 15 ദിവസം ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളെ അല്ല. അവരൊക്കെ പറഞ്ഞ് ബുർജ് ഖലീഫ അടുത്തോണ്ട് എവിടെയൊക്കെ വെള്ളം പോയി കാണിക്കാം, ഞാൻ എങ്ങും പോകത്തില്ലായിരുന്നു. 2-3 പ്രൊമോഷന്റെ ഭാഗമായിട്ട്, അതായത് ബ്യൂട്ടി പാർലർ, നമ്മുടെ റോസസ് ഡ്യൂവിലൊക്കെ ഞാൻ പോയായിരുന്നു അവരുടെ പ്രൊമോഷന്. പിന്നെ കാർഗോ എക്സ്പ്രസ് കാർഗോയിൽ ഒന്ന് പോയായിരുന്നു. അങ്ങനെ 2-3, പിന്നെ ഒരു ബ്രഹ്മി ആയുർവേദ, അവർക്കൊക്കെ ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ജസ്റ്റ് പോയതല്ലാതെ എനിക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി കാണാം, റീലെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ മാക്സിമം റൂമിൽ കിടന്ന് ഉറങ്ങാനാണ് ഞാൻ നോക്കിയത്. അതെ, അപ്പം അങ്ങനെ അതായത് ഇത് എന്തുവാ അതിന് പറയുന്നത്, ഇങ്ങനെ ഇത് കാണാനും അല്ലെങ്കിൽ ടൂറ് പോലെ പോകാനുള്ള ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരാളല്ല ഞാൻ പോയത്. അവരെപ്പോഴും ചോദിക്കും, രേണു ഞങ്ങൾ കൊണ്ടുപോകാം. ഞാൻ പറയും, ഞാൻ വന്നൊരു ജോലിയാണ്, പ്രമോഷൻ എൻ്റെ ജോലിയാണ്. ആ ജോലി തീർക്കാൻ എനിക്ക് ഉള്ള പൈസ മേടിക്കാൻ വീട്ടിൽ പോവാ. നല്ല രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ഞാൻ പ്രൊമോഷൻ ചെയ്തു. ഏതൊരു കൊച്ചു കുട്ടികൾക്ക് കേരളത്തിൽ അറിയാം പാപ്പിലോൺ ബാർ ഏതാന്ന്, പാപ്പിലോൺ റെസ്റ്റോറന്റ് ഏതാന്ന്. രേണു ചേച്ചി പോയി ഡാൻസ് കളിച്ച ബാറല്ലേ, അല്ലെ റെസ്റ്റോറന്റ് അല്ലേ? അത് മതി, അതാണ് പ്രൊമോഷൻ. ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞു, അവരും പറഞ്ഞു നന്നായിട്ട് പ്രൊമോഷൻ ചെയ്ത് രേണു, നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ. നല്ല മാനേജ്മെന്റ് കേട്ടോ. എനിക്ക് ഞാൻ ആദ്യമായിട്ട് പോയതിന്റെ ആ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. അവര് സേഫ് ആക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും. സന്തോഷമാക്കി തൊട്ട് തിരിച്ചു വരുന്നത് വരെ അവരുടെ ഉത്തരവാദിത്തമാണ്.
അതെ, അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ട ഒരു റീലാണ്, ഞാനും സ്ക്രോൾ ചെയ്തപ്പോ കണ്ടൊരു റീലാണ്. അതായത് പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ബാക്കിയുള്ളവരുടെ മുമ്പിൽ 500 രൂപയ്ക്ക് വേണ്ടി 500 രൂപ 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടും എന്ന് ഓർത്ത സമയത്ത് സത്യമായിട്ട് ഞാൻ ഇന്നലെ ഞാൻ ആലോചിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചേച്ചിയോട് ഞാൻ പറയാം, എന്റെ ദമ്മ ഒരു 6 മാസം മുന്നേ നീ ഓർക്കുന്നുണ്ടോ ഒരു 500 രൂപയ്ക്ക് വേണ്ടി കൊച്ചിനൊന്നും ഇല്ലല്ലോ, അല്ലെ മൂത്ത മോനൊന്നും ഇല്ല, എന്തേലും മേടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ടില്ലെന്നല്ല, അവര് സഹായിച്ചവരും ഉണ്ട്, ഇല്ലടി ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്, ഇന്ന് 500 രൂപ അല്ലേ നീ 1000 രൂപ എടുത്തോളം പറഞ്ഞവരുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ലക്ഷങ്ങളോ കോടികളോ എനിക്ക് കിട്ടിയിട്ടില്ല ഒരിക്കലും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഉള്ള കാര്യം ലക്ഷങ്ങളോ കോടികളോ എനിക്ക് കിട്ടി, പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ ഇറങ്ങി ഇപ്പൊ തെണ്ടണ്ട വരുന്നില്ല. അതെ, മനസ്സിലായി. അതായത് ഒരു 500 രൂപയ്ക്ക് കൊണ്ട് തെണ്ടണ്ട വരുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനും എന്റെ വീട്ടുകാരുടെ ആവശ്യത്തിനും എന്റെ ആവശ്യത്തിനും എന്റെ കയ്യിൽ കുറച്ച് തുക, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കോടികളുമില്ല ലക്ഷങ്ങളുമില്ല, കുറച്ച് തുക എന്തായാലും എന്റെ കയ്യിലുണ്ട്. ഇനിയിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ബാലൻസ് കാണിക്കാൻ പറഞ്ഞ ബാലൻസ് 0 ബാലൻസ്, ഇപ്പൊ ഞാൻ ബാലൻസ് കാണിക്കാൻ പറഞ്ഞ ബാലൻസ് ഒന്നും കാണിക്കത്തില്ല. പക്ഷെ ആ ബാലൻസ് ഇപ്പം ഒരു കടയിൽ ചെന്ന 1000 രൂപ പിള്ളേർക്ക് എന്തെങ്കിലും പലഹാരം മേടിച്ചാൽ ബാക്കി 3000 രൂപ ബാലൻസ് കാണും ഇതിനകത്ത്. അതെ, അത് മനസ്സിലായി ചേച്ചി. അതാണ് മാറ്റം. അതെ, അതിൽ പറഞ്ഞ ആ ഡയലോഗ് തന്നെ ഞാൻ എടുത്തു വേണമെങ്കിൽ പറയാം. അതായത് 10 രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടും പട്ടിണി കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരുവൾ ബിസിനസ് ക്ലാസ്സിൽ ഡയമണ്ട് നെക്ലസ് അണിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വലിയൊരു അത് സത്യം പറഞ്ഞാൽ ആ ഒരു റീലില് ആ ഒരു സെന്റൻസ് വായിച്ചപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നി. അതെ, ഒരു നമ്മള് ചേച്ചി കേട്ട നെഗറ്റീവോളം ത്രൂ ഔട്ട് നെഗറ്റീവിലൂടെ നിന്ന ഒരാള് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ആ ഒരു നെഗറ്റീവ് ഒക്കെ വന്നിട്ട് പോലും പിടിച്ചു നിന്ന ഒരാളെന്ന് പറയാൻ എനിക്ക് ഫസ്റ്റ് എനിക്ക് മുഖത്ത് വരുന്ന ഒരു മുഖം ഓർമ്മ വരുന്നത് ചേച്ചിയുടെ തന്നെയാ. എന്നിട്ടും ചിരിച്ചുകൊണ്ട് നേരിട്ടു എന്ന് പറയുമ്പോ, എന്നിട്ട് ഈ തരത്തില് ഈ ആൾക്കാർ പറയുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദുബായിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞ് ദേണ്ട ചേച്ചി വീണ്ടും ഈ പറയുന്ന പോലെ ഷൂട്ടിന്റെ തിരക്കിലല്ലേ. കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഏതോ ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം അഖിൽ മാടായിയുടെ ദാസേട്ടൻ കോഴിക്കോടും ഞാനും വീണ്ടും ഒന്നിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. അതെ, അത് നല്ലൊരു ക്യാരക്ടറാണ്, ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ്. ചെറിയൊരു ഷോർട്ട് ഫിലിം, പക്ഷെ അതിനകത്ത് ഒരുപാട് വലിയൊരു സന്ദേശമുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും അത് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. സന്ദേശം വരുമ്പോ എന്തായി തീരും ഇപ്പോഴേ ഒരു അടിപൊളി ഒരു സന്ദേശമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇച്ചിരി അമ്മ ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയുന്ന മൂവിയിൽ, നിതീഷ് കെ നായർ സാറിന്റെ ചേഞ്ച് മൂവിയിൽ. അത് ഡബിങ് നടക്കുവാണ്, അപ്പൊ അത് ഉടനെ ഇറങ്ങും. നല്ലൊരു ക്യാരക്ടറാണ്, ശക്തമായിട്ടുള്ള അമ്മ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് തോന്നുന്നത് എന്റെ സ്റ്റോറി ആണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു മനസ്സിനെ പിടിച്ചു കുലിക്കൊരു ഷൂട്ടാണ്. ഞാനത് തുറന്നു പറയുന്നില്ല, കാരണം അത് ത്രില്ലിംഗ് ആയിട്ട് ഇരുന്നോട്ടെ. കാരണം അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഇതങ്ങ് പോകും. ചില സീനുകളൊക്കെ അഭിനയിച്ചപ്പം ഞാൻ അത് കണ്ടപ്പോ തന്നെ ഞാൻ എന്റെ ലൈഫ് ബാക്കി ഒരു 2.5 വർഷം ബാക്കിലോട്ട് ഞാൻ പോയി. അപ്പം തന്നെ ഏകദേശം മനസ്സിലായല്ലോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ എങ്ങനെ അഭിനയിക്കും. സ്ട്രോങ് ആയിട്ട് അഭിനയിച്ചു. ദാസേട്ടനാണ് ഭയങ്കര കരുത്ത് നൽകിട്ടോ അഭിനയിച്ചു. അതുപോലെ സ്കൂളിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, എന്റെ പൊന്ന് ഐഷു, ഞാൻ സ്കൂളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പിള്ളേർ, ഞാനടുത്ത കുഞ്ഞു സ്കൂളായിരുന്നു, +2 +1, ഞാൻ എമ്മ ചെയ്ത് ഇറങ്ങത്തില്ല. എനിക്കെന്തോ ഒരു പഴയ പോലെ എന്തോ ഒരു ഇത്, പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കാം, ആരാന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ദാസര ഇറങ്ങിക്കേ, നീ ഇറങ്ങും, അടിപൊളി. ഞാൻ ഇറങ്ങി ഓട്ടോഗ്രാഫിന് പിള്ളേർ തടിച്ചു കൂടിയിട്ട് ഞാൻ നിൽക്കുക, എന്നെക്കാളും പൊക്കമുള്ള പിള്ളേരല്ലേ, കുഞ്ഞി പിള്ളേരല്ലേ, എല്ലാവരും ഇടിച്ച് കയറുക. ഞാൻ ഞെട്ടി. എന്റെ മനസ്സിൽ അന്നേരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഓട്ടോഗ്രാഫൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഐ ലവ് യു ഒക്കെ എഴുതി കൊടുത്ത് കൈയൊക്കെ ചേച്ചി ഇങ്ങോട്ട് എഴുതാൻ പറഞ്ഞു, ഐ ലവ് യുടാ ഒരു 2 ലവ് ചിഹ്നമൊക്കെ ഇട്ടുകൊടുത്ത് പിള്ളേർക്ക്. അത്രയും പിള്ളേർ സെറ്റിന്റെ മനസ്സിൽ പണ്ട് സുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ സുധിച്ചേട്ടാന്ന് അല്ല പണ്ട് ആൾക്കാർക്ക് കോമഡി സ്റ്റാറിലെ പുള്ളിയല്ലേ, പിന്നെ സ്റ്റാർ മാജിക്കിലൊക്കെ ഫെയിം ആയി കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ സുചേട്ടനല്ലേ, പിന്നെ കുഞ്ഞു പിള്ളേർ സുചേട്ടാന്ന് ഓടി വരുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു അനുഭവം അത് ഞാൻ തൊട്ടറിഞ്ഞു കഴിഞ്ഞ ദിവസം. കുളിര് കയറുന്നു ഇപ്പോഴും. പിള്ളേരൊക്കെ ഇടിച്ച് ഓട്ടോഗ്രാഫ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഭയങ്കര സന്തോഷമായിട്ട്, ഭയങ്കര സന്തോഷം. ഞാൻ അത്ര മനസ്സ് തുറന്നത്ര ഞാൻ സന്തോഷിച്ചിട്ടില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഭയങ്കര ഹാപ്പി. അതെ, ഇപ്പം ഈ ദുബായ് ബഹ്റിൻ ഈ ഒരു യാത്രക്കിടയിൽ ചേച്ചി കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷോർട്ട് ഫിലിം മാത്രമാണ്. ഷോർട്ട് ഫിലിം, പിന്നെ നാളെ കഴിഞ്ഞൊരു ആൽബം, പിന്നെ വേറൊരു
ഒരു പ്രമോഷൻ, പിന്നെ ഒരു ഉദ്ഘാടനം, അത് കഴിഞ്ഞിട്ട് ബഹറിന് പോകും. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലത്ത് പറഞ്ഞ പോലെ ഹിറ്റ് കോംബോ എന്ന് പറഞ്ഞ പ്രതീക്ഷയായിട്ട് ഏതെങ്കിലും പുതിയ ആൽബം എന്തെങ്കിലും വരുന്നുണ്ടോ? പ്രതീക്ഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. നമുക്ക് ഒരു ആൾക്കാരെ വിളിച്ചായിരുന്നു, നമുക്ക് കാണണ്ടേ, റീലൊക്കെ ചെയ്യണ്ടേ ചേച്ചി, ഒത്തിരി നാളായി ചേച്ചിനെ കണ്ട്. ഇന്നലെ വിളിച്ചായിരുന്നു, പാവം ഞാൻ വിളിച്ചു. ഞാനും പറഞ്ഞടാ ഞാനിങ്ങനെ തിരക്ക്, നിങ്ങൾ വലിയ പുള്ളിയല്ലേ, നിങ്ങൾ വലിയ തിരക്കല്ലേ. ഞാൻ പറഞ്ഞടാ പോടാ അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ബഹറിനും കൂടെ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിപൊളി റീല് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുടെ അടുത്ത്. അതെ, ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ചേച്ചിക്ക് പ്രതിഫലം ഒക്കെ ഉയർന്നിട്ടുണ്ടോ? പ്രതിഫലം ബിഗ് ബോസിന് ശേഷം എന്തായാലും ഞാൻ പ്രതിഫലം കോടികളോ ലക്ഷങ്ങളോ ഒന്നും ഉയർത്തിയിട്ടില്ല. ഞാൻ മാക്സിമം മേടിക്കുന്ന ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കുറച്ചുകൂടെ. അതെ, എന്തായാലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു വാല്യൂ അതെ, ഒരു അപ്ഗ്രേഡ് ആവണമല്ലോ, നമ്മൾ അങ്ങനെ വേണമല്ലോ. എന്തായാലും നമുക്കൊരു ഡിമാൻഡ് ഉണ്ടാവുമ്പോ അതെ, അതുകൊണ്ടാണല്ലോ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രൊമോഷൻ ഒക്കെ വിളിക്കുന്നത്. നമുക്ക് ഡിമാൻഡ് ഇല്ലാതിരുന്ന് നമ്മളെ വിളിക്കുവോ? ഇല്ല. അതിന് ചില ആളുകൾ പറയോ അവള് ദുബായ് പോയി ഇത്ര വലിയ സംഭവമാണോ, അവള് ബഹ്റിനിൽ പോയ ഇത്ര, എനിക്ക് സംഭവമാണ്. അതെ, എന്റെ ലൈഫിൽ ഞാൻ ജീവിതത്തിൽ കരുതിയില്ല ദുബായ് ഒക്കെ ഒന്ന് കാണുമെന്ന് പോലും. സത്യമായിട്ട് എന്റെ ലൈഫില് ഞാൻ അങ്ങനൊരു അതായത് ആദ്യമായിട്ട് പോകുന്ന നമുക്ക് പ്രവാസികളായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും തോന്നത്തില്ലായിരിക്കും. അവർക്ക് ഞാലികഴി പോകുന്ന അല്ലെങ്കിൽ എറണാകുളം പോകുന്ന പോലെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതും ഞാനത് പറയാൻ വന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കാതെ വിസ അവരിട്ട് തന്നു, ടിക്കറ്റും എടുത്തു, സെലിബ്രേറ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ജോലിക്ക് ഞാൻ സെലിബ്രേറ്റ് ആയിട്ട് പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു മടങ്ങി വന്നു പ്രൊമോഷൻ. അതെന്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലോ. ഇപ്പൊ അധ്വാനിച്ച കാശ് എന്തായാലും എന്റെ വീട്ടിൽ കൊടുക്കാൻ പറ്റും, എന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ലോ. അതെന്ന് വെച്ചാൽ എന്റെ ഇതിന് മുന്നേ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ വീട്ടിലാണ് ചെലവാക്കുന്നത്. ഒരു അനാവശ്യമായിട്ടുള്ള ഒന്നും മേടിച്ച് ഞാൻ കളയാറില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്ന് എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയാണ്, അവിടെ ഉറക്കളച്ച് പ്രമോഷൻ ചെയ്ത്, ഉറക്കളച്ചെന്ന് പറഞ്ഞാൽ നൈറ്റ് ആണല്ലോ അവിടെ ഓൺ നൈറ്റ് ആണ്. ഒരു നൈറ്റ് 10 തൊട്ട് വെളുപ്പിനെ 3 മണി വരെയൊക്കെ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരും. അവരെയൊക്കെ ഹായ് ഹലോ ഒക്കെ പറയണം. ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പം പിന്നെ പകലും വരും, ഫുഡൊക്കെ ഉണ്ട്, നല്ല അടിപൊളി നാടൻ ഫുഡൊക്കെ ഉള്ള ഹോട്ടലാണ്, റെസ്റ്റോറൻ്റ് ആണ്. അപ്പൊ വരുമ്പോഴത്തേന് ഉറക്കളച്ചെങ്കിൽ നമ്മൾ അതിന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് വീട്ടിലും മക്കൾക്ക്, ആ മക്കളുടെ കണ്ണിലെ ആ സന്തോഷം, അവരെ പുറത്ത് കൊണ്ടുപോയപ്പോഴും അവരെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴും അവർക്ക് കൊണ്ടുവന്ന മുട്ടായി അല്ലെങ്കിൽ അവർക്കൊരു വാച്ച്, വിച്ചുവിനൊക്കെ വാച്ച് കൊടുത്തപ്പോഴും ഒക്കെയുള്ള ആ ഒരു സന്തോഷം, അവരുടെ ആ കണ്ണുകളിലെ സന്തോഷം, ഞാൻ അത് കണ്ടത് പണ്ട് സുധിച്ചേട്ട ദുബായിൽ നിന്ന് വരുമ്പം ആ കണ്ണുകളിലെ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എന്റെ ലൈഫിലെ ഏറ്റവും, ഇനിയിപ്പം ഞാൻ ചത്ത് വീണാലും എനിക്ക് കുഴപ്പമില്ല, അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല, ആ ഫീൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം ഞാൻ പറഞ്ഞു വന്നത്, സുധിച്ചേട്ടൻ ഇങ്ങനെ പ്രോഗ്രാമിന് 2-3 ദിവസം ദുബായിക്ക് പോയിട്ട് വരുന്ന ദിവസം ഞങ്ങൾ നോക്കിയിരിക്കും. ഈ സോപ്പും ഈ പിള്ളേർക്കുള്ള മുട്ടായും വാച്ചും ഒക്കെ കിട്ടുന്നുണ്ടോ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അത് കൊണ്ടുവരുമ്പോ പിള്ളേരുടെ കണ്ണിലെ ആ സന്തോഷം, ഞാൻ തൊട്ടറിഞ്ഞവളാണ്, അടുത്തറിഞ്ഞവളാണ് കിച്ചുവിന്റെ ഒക്കെ സന്തോഷം. അപ്പം അത് നഷ്ടം എന്നേക്കുമായിട്ടുള്ള നഷ്ടമായാലോ, ഇനി നമ്മളാരെയും ദുബായിലൊന്നും കൊണ്ടുപോകുന്നത്, എവിടെ കൊണ്ടുപോകാൻ, എവിടെ പോകാനാന്ന് വെച്ചിരുന്നപ്പം അതേ നാണയം കറങ്ങി തിരിച്ച് സുചേട്ടൻ തന്നെ എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു. എന്റെ കൂടെ ഉണ്ടാ, എന്റെ കൂടെ ഉണ്ട്. ഞാൻ ദിവസേന രുചിച്ചറിയുന്നില്ലെങ്കിൽ പോലും ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ഘട്ടങ്ങളിൽ എനിക്ക് ആ ഒരു വേവ് ലെങ്ത്, ഏട്ടന്റെ ആ ഒരു പ്രസൻസ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്നെ ഇവിടം വരെ എത്തിച്ച ശക്തി അതാണ്. അതെ, ഈ പറയുന്ന പോലെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം ചേച്ചിക്ക് ഒരുപാട് വന്നത് സുധിയുടെ വിധവ എന്നുള്ള പേരിലാണ്. എല്ലാം അത് സത്യം പറഞ്ഞാൽ ചേച്ചി മുതലെടുക്കാണ് എന്ന് പറഞ്ഞെടുത്തതെന്ന് ചേച്ചി ഇത്രയും ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ആത്മാവിന്റെ എന്താ പറയാ, അനുഗ്രഹം കൂടെ തെളിവാണ്. അതെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹമാകാം. അതെ, അദ്ദേഹത്തിന് ഞാൻ സന്തോഷിക്കുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ സന്തോഷിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കുറച്ച് ലൈഫേ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളെങ്കിലും നമ്മുടെ മക്കളും നമ്മളും സന്തോഷിക്കുന്ന, അദ്ദേഹത്തിന് നമ്മുടെ വീട്ടുകാരും സന്തോഷിക്കുന്നതിൽ അപ്പുറം പുള്ളിക്ക് ഒന്നുമില്ല. അപ്പം മരിച്ച ആത്മാവിന് എന്തായാലും ഒരു ഇത് കാണുമല്ലോ, ഒരു പ്രസൻസ്. അപ്പൊ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഉള്ളിലെ ഒരു കാഴ്ച. പുറമേന്ന് നോക്കുന്നവർ ഏത് രീതിയിലാണ് ചേച്ചി വിലയിരുത്തുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ ചേച്ചി ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേച്ചി എത്ര ഉയർച്ചയിലേക്ക് പോയാലും അല്ലെങ്കിൽ ചേച്ചി എവിടെ ഈ പറയുന്ന പോലെ മതിമറന്നു പോകുന്നു എന്ന് ആൾക്കാർ പറയുമ്പോഴും കുഞ്ഞുങ്ങളെ ചേച്ചി ചേർത്ത് പിടിക്കുന്നത്, അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് സ്വന്തം
സന്തോഷങ്ങൾക്ക് വേണ്ടി മക്കളെ മറന്ന് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. മറക്കുന്നു. ഇന്നും എനിക്ക് തോന്നുന്ന വാർത്ത കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ അതെ പറയാൻ പോലും പറ്റൂല. അതെ. അപ്പോഴും ചേച്ചി അതാണ് ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ കേട്ടപ്പോ തന്നെ ഇതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധിച്ചേട്ടൻ ദുബായിൽ നിന്ന് വരുമ്പോ കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഒരു സന്തോഷം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി. അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ചത്ത് വീണാലും കുഴപ്പമില്ല, അത് ഞാൻ ഉള്ളിൽ തട്ടി പറഞ്ഞാണ്. കാരണം ആ ഒരു സന്തോഷം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ്. ഞാനത് നോക്കി, ഞാൻ സത്യം പറഞ്ഞ കുറച്ചു നേരം ഇവരുടെ സന്തോഷം കിച്ചു ഓടി വന്നു, അമ്മ വാച്ച് ഇതൊക്കെ ഗിഫ്റ്റ് തന്നതാണ് ഒരുപാട്. അപ്പൊ ഞാൻ ചെന്നോണ്ടല്ലേ എനിക്ക് ഗിഫ്റ്റ് തന്നെ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായത് എല്ലാം ഗിഫ്റ്റ്. അമ്മ കൊണ്ടുവന്ന വാച്ച് കണ്ടോ അമ്മ, ജി ഷോക്കോ എന്താ എനിക്ക് പേരോരും അറിയില്ല. അമ്മ ഇത് കുറെ നല്ല, അമ്മ ഇത് നല്ല വില കൂടിയ സാധനം കേട്ടോ അമ്മ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സന്തോഷം അവന്. ഋതപ്പനാണെങ്കിൽ ഋതപ്പന് സോക്സ് പ്രാന്ത, സോക്സ് കാലം എഴുതുന്ന സോക്സ് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ നമ്മുടെ ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി കുറെ ഇത്രയൊക്കെ ഇട്ട് സോക്സ് ഒക്കെ അമ്മ എനിക്കൊന്നും വേണ്ട സോക്സ് മതി അമ്മ, ഓരോ ദിവസവും ഇട്ടോണ്ട് പോകാൻ സോക്സ് വേണോന്ന് പറഞ്ഞു. എന്നിട്ട് ആ സോക്സ് ഇട്ടോണ്ട് സ്കൂളിൽ പോയി. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി സോക്സ് ഇടിപ്പിക്കുന്നില്ല. ഞാൻ ചോദിച്ചാൽ അപ്പ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ ചെന്നപ്പത്തിന് ഒരു പെങ്കൊച്ചിന്റെ കാലെ സോക്സ് ഇട്ട് കൊടുക്കുവാന്ന്. അപ്പച്ചൻ പതുവാ ഊരി തരാൻ എന്ന് പറഞ്ഞു ചിരിക്കുന്നു അപ്പാച്ചി. അതെ. അപ്പൊ കുട്ടികൾ ചേച്ചി എന്തൊക്കെയാണ് ഋതപ്പനും കിച്ചുവിനും വേണ്ടി എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തത് ദുബായിൽ? നമ്മൾ അവിടുന്ന് എല്ലാരും ഗസ്റ്റുകളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർ ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു. പേരൊക്കെ പറയാൻ പോലും നമുക്ക് ഓർമ്മയില്ലല്ലോ, ഒത്തിരി പേരോട് ഒരുപാട് പേരെ കണ്ടു. അതുപോലെ പാപ്പിലോൺ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. ഭയങ്കര ഹാപ്പിയാണ്. കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു തോന്നുന്നു കേട്ടോ. പിന്നെ ഇപ്പം കാർഗോയിൽ എക്സ്പ്രസ് കാർഗോക്കാർ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെയോ നാളെയോ കിട്ടുമായിരിക്കും. അതെ. അതിനകത്ത് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് കൊണ്ട്, എന്തായാലും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതെ. ഈ ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ചാല് അച്ഛൻ ഇല്ലാതാവുക എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് മനസ്സിലാകും. ഇനി എത്ര നമ്മള് പൊന്നുകൊണ്ട് മൂടിയെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ നഷ്ടം തന്നെയാണ്. പക്ഷെ അതിനിടയിലും അവരെ ഹാപ്പി ആക്കാൻ ചേച്ചിക്ക് സാധിക്കുന്നുണ്ടോ? അതിപ്പോഴാണ് എനിക്ക് സാധിക്കുന്നത് ഏറെക്കുറെ. നേരത്തെ ഇല്ലെന്നല്ലേ, നേരത്തെ എന്നെ കൊണ്ട് ഒരുപാട് പേര് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിലൂടെ ഹാപ്പി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്നല്ല, ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത് സൂചിച്ച സഹപ്രവർത്തകരില്ലേ, സഹപ്രവർത്തകരുണ്ടല്ലോ, ഞാൻ എപ്പോഴും പേര് പറയുന്നത്. അപ്പം അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്റേതായിട്ടുള്ള ഇതിൽ ഞാൻ ഇപ്പോഴാണ് ആ പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത്. അതെ. അതില് ചേച്ചിക്ക് ഒരു എന്താ പറയാ ഉള്ളിൽ നിന്നൊരു ഇതുണ്ടാവുമല്ലോ, സമാധാനം മാനസികമായിട്ട്. അതെ. ഞാൻ കാരണം അതായത് അച്ഛൻ നോക്കുന്ന അത്രയും അല്ലെങ്കിൽ ആ ഒരു തണലിനോളം എത്താൻ പറ്റുന്നില്ലെങ്കിലും കുഞ്ഞുങ്ങളെ അത് അത്രയൊക്കെ എത്തിക്കാൻ ചേച്ചി ശ്രമിക്കുന്നുണ്ട്. അതെ. ഇപ്പം കിച്ചുവിനെയും സംബന്ധിച്ച് അവൻ അച്ഛനോടായിരുന്നു പൈസ ചോദിക്കുന്നത്. അച്ഛാ പൈസ അയച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അവനൊരു 10-18 വയസ്സുള്ള കുഞ്ഞായിരുന്നല്ലോ, അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനല്ലേ. എന്നോടാണ് ചോദിക്കുന്നത്, അമ്മ പൈസ ഉണ്ടോ അമ്മ? ഇപ്പഴും വിളിച്ചിട്ട് അമ്മേ പൈസ വല്ലതും ഉണ്ടോ അമ്മ, ചില്ലറ വല്ലതും പോടാ അമ്മ, എന്താ അമ്മ എനിക്ക് ഫുഡ് കഴിക്കാനോ അമ്മേ പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം അയച്ചു കൊടുക്കും. ഇത്ര മതിയോ പന്നേന്ന് ചോദിക്കാം. അതാണ് അവർക്ക് ഞാൻ അച്ഛനുമാണ് അമ്മയാണ്. അപ്പം പിന്നെ പൈസ ചോദിക്കാറായിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അതെ. അപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു കിച്ചുവും ഒരു ജോലിയും കാര്യങ്ങളും ഒക്കെ ചേച്ചിക്കൊരു ഹെൽപ്പ് ആകുമെന്ന് തോന്നുന്നു. അതോ ഋതപ്പം വളർന്നു വരുന്നു ഇപ്പോഴത്തേക്കല്ലേ? അപ്പം ഈ പറയുന്നത് പോലെ തന്നെയാണ് പണ്ട് പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയും കിച്ചുവിനെ ഒരുമിച്ച് കാണുന്നില്ല, ഭയങ്കര റെയറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള കരക്കമ്പികൾ ഉയർന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാം. അതെ. കാരണം ചേച്ചി ദുബായിൽ നിന്ന് വന്നപ്പോ നോക്കുമ്പോ 2 കുഞ്ഞുങ്ങളും കൂടിയാണ് വന്നേക്കുന്നത് ചേച്ചിയെ വിളിക്കാൻ വേണ്ടി. ഞാനത് പറഞ്ഞ് അന്ന് കൊണ്ടുവിടാൻ നേരത്തെ അവന് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ പറയടാ മോനെ നീ വരുന്നില്ല, അമ്മ ഞാൻ വരുന്നുണ്ട്. അപ്പൊ എന്നോട് പറയാ, അപ്പൊ കുറെ എണ്ണത്തിനൊക്കെ മിണ്ടാതിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അയ്യോ എല്ലാം അടങ്ങിക്കോളും, കാരണം കിച്ചു രേണു സുധിയും അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞോടടുത്ത് എന്റെ മക്കൾ 2 നോക്കി നിന്നു. എനിക്ക് ഇന്ന് വ്ളോഗ് കണ്ടു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വ്ളോഗ്. ഞാൻ കണ്ടു, ഞാൻ കമന്റും കൊടുത്തെന്ന് തോന്നുന്നു. അതെ, ലൈക്കും കൊടുത്തു. ചേച്ചി ഏറ്റവും കൂടുതൽ കടപ്പാട് വേണ്ടത് പപ്പയോടാണെന്ന് തോന്നുകയാണ്. കാരണം ചേച്ചി ഇത്രയും കാര്യങ്ങള് ഇപ്പൊ പറയുന്ന പോലെ ദുബായ് ആവട്ടെ ബഹ്റൈനിലാവട്ടെ ഇതുപോലെയുള്ള തിരക്കുകളിലാണെങ്കിൽ ഋതപ്പൻ അവിടെ സേഫ് ആണ്. നമ്മുടെ അല്ലേ, അപ്പായ്ക്കും അമ്മയ്ക്കും എന്റെ ചേച്ചിക്കും ചേട്ടാപ്പിക്കും ബിഗ് താങ്ക്സ്. കാരണം കൊല്ലത്ത് അവര് ദൂരെയാണ്,
എങ്കിൽ പോലും അവർ വിളിച്ച് അന്വേഷിക്കാറുണ്ട് എന്റെ ഋതപ്പനെ കാണുമ്പോഴും, അല്ലെങ്കിൽ ഋതപ്പനെ കാണാൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ തിരിച്ചു വന്നപ്പോൾ അറിയുന്ന ഓണത്തിന് ഇവർ അവിടെ പോയി, അമ്മ കയറി വന്ന്, കൊല്ലത്തെ അമ്മ കയറി വന്നിട്ട് രേണു എന്ത് ചെയ്യുന്നൊരു ചോദ്യം അവർക്ക് എല്ലാവർക്കും വിഷമായെന്ന് പറഞ്ഞു. അമ്മ മറന്നുപോയി. അതൊക്കെ അതായത് അതുപോലെ എന്റെ കുഞ്ഞിനെ നോക്കാൻ എന്റെ പപ്പായും അമ്മയും കട്ടക്ക് നിന്ന്, എന്റെ ചേച്ചിയും ചേട്ടാപ്പി. പിന്നെ എനിക്ക് എന്ത് വേണോ അതിൽ പരം. ഇപ്പൊ ഞാനിവിടെ ഷൂട്ടിലല്ല, എന്റെ കുഞ്ഞിനെ പൊന്നുപോലാ നോക്കുന്നത്. എന്റെ കുഞ്ഞെന്ന് എന്റെ കുഞ്ഞ് കിച്ചൂട്ടം വലിയ കുട്ടിയാണ്, അവനെ നോക്കണം, അവൻ നമ്മളെ നോക്കണം. അപ്പൊ പിന്നെയുള്ള കുഞ്ഞൻ ഋതപ്പനാണ്. ഋതപ്പനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഭയങ്കര ഒരു കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ അവരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല. എൻ്റെ പപ്പായോടും അമ്മയോടും എൻ്റെ വീട്ടുകാരോടും അവരോട് ഒരുപാട് നന്ദി. എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നതിന് എനിക്ക് എൻ്റെ ലൈഫിൽ എല്ലാ കടപ്പാടും നിങ്ങളോട് ഉണ്ട്. ഞാൻ ജോലിക്ക് പോയാലും എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ, അവന് ഒരു വേദന പോലും അനുഭവിപ്പിക്കുക, അതായത് ഒരു വിഷമം പോലും അറിയിക്കാതെ പൊന്നുപോലെ നോക്കി. അതെ, ഒരു അമ്മയെ സംബന്ധിച്ച് അതാണല്ലോ അല്ലെ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ സേഫായിട്ട് അവരെ ഏൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അനുഗ്രഹം. ഇപ്പോഴത്തെ കാലത്ത് അത് ഭയങ്കര അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. അതെ.